ഇന്നത്തെ അപ്ഡേറ്റ് ടി സി എസിനെ പറ്റിയാണ്. ടി സി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്, അതായത് വിദേശത്തേക്ക് പേയ്മെന്റ് റെമിറ്റൻസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് ആണ്. ഇത് നമ്മൾ ITR കൊടുക്കുമ്പോൾ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാനും പറ്റും. ഇതിൽ ഏപ്രിൽ 1 മുതൽ സ്റ്റഡിക്ക് പോകുന്നവർ ടി സി എസ് കൊടുക്കേണ്ട, അതേപോലെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, അതായത് നമ്മൾ പേയ്മെന്റ് അല്ലാതെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുന്നു, അല്ല ഒരു അത്യാവശ്യം ഒരു ടൂർ പോകണം, അവിടുത്തെ ഒരാൾക്ക് നമുക്ക് പേയ്മെന്റ് അയച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന പേയ്മെന്റ് 7 ലക്ഷം വരെ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി 10 ലക്ഷം വരെ ടി സി എസ് പേ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇത് നമുക്ക് സാധാരണയായിട്ട് ഓൺലൈനിലൊക്കെ വിദേശത്തേക്ക് പേയ്മെന്റ് ഒരാൾക്ക് വ്യക്തിക്കൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് 7 ലക്ഷം ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഓട്ടോ കട്ടായി നമ്മുടെ പേയ്മെന്റ് പോകുമായിരുന്നു. എന്നിട്ട് നമുക്ക് ITR കൊടുക്കുന്ന സമയത്ത് ആ പേയ്മെന്റ് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാറി. അതേപോലെ കറൻസി വാങ്ങിക്കുമ്പോൾ 7 ലക്ഷം വരെ നമുക്ക് പ്രത്യേകിച്ച് ടി സി എസ് കൊടുക്കേണ്ട. 7 ലക്ഷത്തിന് മുകളിലോട്ട് കറൻസി ഇൻ ദ സെൻസ് വിദേശ കറൻസി നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനിയും 7 ലക്ഷം കഴിഞ്ഞിട്ടുള്ളതിന് നമ്മൾ ഇതുവരെ പേയ്മെന്റ് ചെയ്യണമായിരുന്നു. 10 ലക്ഷം വരെയാണ് ഇനി ഏപ്രിൽ 1 മുതൽ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടാത്ത സ്ലാബ് വരുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പേയ്മെന്റ് നോക്കുന്നുണ്ട് എങ്കിൽ 10 ലക്ഷം വരെ നിങ്ങൾ കൺഫേം ചെയ്തോളൂ. ടി സി എസ് കൊടുക്കാതെ നമുക്ക് ഈ കറൻസി എക്സ്ചേഞ്ചും ഫോറിനിലേക്ക് വിദേശത്തേക്ക് പേയ്മെന്റ് അയക്കുന്നവർക്ക്, പേഴ്സൺ ടു പേഴ്സൺ അയക്കുന്നവർക്കും പേയ്മെന്റ് കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഈ 10 lakhs പരിധി എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് കാണുന്നത്. എത്ര പ്രാവശ്യം അയച്ചു എന്നുള്ളത് ടോട്ടൽ എത്ര പേയ്മെന്റ് അയച്ചു എന്ന് വെച്ചിട്ടാണ് ഈ ടി സി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.